ഈ കാണുന്ന ടബ്ബ് കണ്ടില്ലേ, ഇതിനകത്ത് നമ്മുടെ ആപ്പിൾ സ്നേഹികൾ ബ്രീഡായിട്ട് കുറേ കുഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ അവസാനം ഒരു 6-7 ആപ്പിൾ സ്നേഹികൾ അഡൾട്ട് സൈസ് ഉണ്ടായിരുന്നു. അതിനെല്ലാത്തിനും കൂടി നമ്മളൊരു ടബ്ബിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ടബ്ബിൽ അവർ കുറേ നാൾ കിടന്നിട്ട് വെള്ളമൊക്കെ പെട്ടെന്ന് മോശമായി, ഷെല്ലിനൊക്കെ കംപ്ലയിൻറ്റ് വന്ന് ആകെ പ്രശ്നമായിട്ട് ഇരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ ഈ താഴെ കാണുന്ന ചെറിയ ടാങ്ക് കണ്ടില്ലേ, ആ ടാങ്ക് നമ്മൾ ചെടികൾക്ക് വേണ്ടി സെറ്റ് ചെയ്തതാണ്. അതായത് നമ്മുടെ ഫ്ലോട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു സാൽവീനിയ പ്ലാന്റ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ചെടികൾക്ക് വേണ്ടി ആ ഒരു ചെറിയ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നതല്ലേ, അപ്പോൾ ഈ ആപ്പിൾ സ്നേഹികളെ ഈ ഒരു ചെറിയ സ്പേസിൽ നിന്ന്, അതായത് ആ ഒരു ടബ്ബിൽ നിന്ന് മാറ്റി അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചധികം സ്പേസ് കിട്ടും. അങ്ങനെ നമ്മൾ ആ ഒരു 6-7 ആപ്പിൾ സ്നേഹികളെ ആ ടാങ്കിലേക്ക് മാറ്റി. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് സീസണാണ് ഇവർ മുട്ടയിടുന്നത്. ഇവർ പല സ്ഥലങ്ങളിലായിട്ട് ആ ടാങ്കിൽ മുട്ടയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് അവിടെ ഇരുന്ന് തന്നെ നാച്ചുറലായിട്ട് വിരിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് അവിടെ തന്നെ വെച്ചു. നമ്മൾ ഇളക്കിയെടുക്കാനൊന്നും പോയില്ല. അതെല്ലാം അവിടെ ഇരുന്ന് നനഞ്ഞ് നാശമായി പോവുകയാണ് ചെയ്തത്. ചെറിയ രീതിയിലുള്ള നനവ് തട്ടിയാലൊന്നും പ്രശ്നമില്ല, പക്ഷേ ഡയറക്റ്റ് ഹെവി ആയിട്ടുള്ള മഴ ഈ മുട്ടകളിലൊന്നും തട്ടിക്കഴിഞ്ഞാൽ അത് നാശമായി പോവുകയാണ് ചെയ്യുന്നത്. മുമ്പുള്ള വർഷങ്ങളിൽ ഇവർ നമ്മൾ ടബ്ബുകളിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ട്രസ്സിൻ്റെ കീഴിലായതുകൊണ്ട് മഴയൊന്നും ഡയറക്റ്റ് വീഴാത്തതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അത് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഔട്ട്ഡോർ ടാങ്ക് ആയതുകൊണ്ട് ആ ടാങ്കിൽ ഡയറക്റ്റ് മഴ പെയ്തത് കൊണ്ടാണ് മുട്ടകളൊക്കെ കേടായിട്ട് പോയത്. അതെന്തെങ്കിലും ഷെയ്ഡിന് കീഴിലായിരുന്നുവെങ്കിൽ, മഴ തട്ടാത്തൊരു സ്ഥലത്തായിരുന്നു അവർ മുട്ടയിട്ട് വെച്ചിരുന്നെങ്കിൽ അത് വിരിയുമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് അവർ അവസാനമായിട്ട് ഇട്ട് വെച്ച ആ ഒരു മുട്ടയുടെ പുറ്റുണ്ടല്ലോ, അത് നമ്മളങ്ങ് ഇളക്കിയെടുത്തു. എന്നിട്ട് ഞാൻ ഇൻഡോർ കൊണ്ടുവന്ന് വെച്ച് ഹാച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. കാരണം ഇത് മഴ നനഞ്ഞതുകൊണ്ട് നമുക്ക് അറിയില്ല അത് വിരിയുമെന്നുള്ളത്. അപ്പോൾ ഇൻഡോർ കൊണ്ടുവന്ന് വെച്ച് ഒന്ന് ട്രൈ ചെയ്തു. ആ മുട്ടകളെല്ലാം വിരിഞ്ഞു. ആ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത്. നിറച്ച് കുഞ്ഞുങ്ങൾ കണ്ടില്ലേ, ആ സൈഡിലൊക്കെ പിടിച്ചിരിക്കുന്ന ആ ഒരു ഡോട്ട് പോലെ ഗോൾഡൻ കളറിൽ ഇരിക്കുന്നതാണ് ഈ ആപ്പിൾ സ്നേഹികൾ. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഗോൾഡൻ ആപ്പിൾ സ്നേഹിൽ എന്നാണ്. ഇതിൻ്റെ ഷെല്ലിന് ഒരു ഗോൾഡൻ യെല്ലോ കളറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മാംസം അല്ലെങ്കിൽ ഫ്ലഷ് ഒരു യെല്ലോ കളർ തന്നെയാണ്, ഒരു വൈറ്റിഷ് യെല്ലോ കളറാണ്. കാണാൻ കുറച്ച് ഭംഗിയുള്ളത് കൊണ്ടാണ് ഇത് അക്വേറിയത്തിലൊക്കെ വളർത്താനായിട്ട് ഉപയോഗിക്കുന്നത്. സാധാരണ പാടങ്ങളിലും കുളങ്ങളിലൊക്കെ കാണുന്ന ഒരു സ്നെയിൽ തന്നെയാണിത്. പക്ഷേ ഇത് ആ ഒരു വെറൈറ്റി അല്ല എന്ന് മാത്രം. അത് ബ്ലാക്ക് കളറിലാണ്. പാടത്തൊക്കെ വെള്ളം പോകുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു കറുത്ത കളറിൽ ഉള്ളൊരു ഞൗണിക്ക എന്നൊക്കെ പറയുന്ന സാധനം തന്നെയാണ്. പക്ഷേ ഇത് എന്ന് പറയുന്നത് കുറച്ച് ഭംഗി കൂടിയ ഒരു വെറൈറ്റിയാണ്. പാടങ്ങളിലും കുളങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതിൻ്റെ ഷെല്ല് ഫുള്ളായിട്ട് ബ്ലാക്ക് ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലഷും ബ്ലാക്ക് ആയിരിക്കും. ഈ ഷെല്ല് കുറച്ച് മഞ്ഞ കളർ ഉള്ളതൊക്കെ നമ്മൾ പാടങ്ങളിൽ കണ്ടിട്ടുണ്ട് എങ്കിലും ഈ ഫുള്ളായിട്ട് ഇത്തരത്തിൽ നല്ല ഗോൾഡൻ യെല്ലോ കളറിലുള്ളത് നമ്മളിതുപോലെ അക്വേറിയം ഈ ഒരു ഹോബിയിൽ മാത്രം തന്നെയാണ് കണ്ടിട്ടുള്ളത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഗോൾഡൻ യെല്ലോ കളർ ഷെല്ലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലഷും വൈറ്റാണ്, ഗോൾഡൻ യെല്ലോ കളറാണ്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല വൃത്തിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ അക്വേറിയം ഫീൽഡിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതിന് ഏകദേശം ഒരു 30 രൂപയ്ക്ക് ഒരു പീസിന് അക്വേറിയം ഷോപ്പുകളിലൊക്കെ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ഏറ്റവും ചെറിയ ഒരു പീസിനെയാണ് ഞാൻ ഇപ്പോൾ കയ്യിലെടുത്ത് കാണിക്കുന്നത്. കണ്ടില്ലേ, ഗോൾഡൻ യെല്ലോ കളറാണ് അതിൻ്റെ നിറം വരുന്നത്. അപ്പോൾ ഞാൻ ഇൻഡോർ വെച്ചാണ് ഇത് ഹാച്ച് ചെയ്തതെന്ന് പറഞ്ഞു. ഇതെങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ചെറിയ കണ്ടെയ്നർ ഇടുക, എന്നിട്ട് അതിനകത്തൊരു ഹാഫ് വെള്ളം നിറയ്ക്കുക. എന്നിട്ട് അതിനകത്ത് ഒരു തെർമോക്കോൾ നമ്മൾ കട്ട് ചെയ്ത് ഫ്ലോട്ട് ചെയ്യിച്ചിടുക. അതിന് മുകളിൽ ഈ ഒരു മുട്ടയുടെ പുറ്റ് നമ്മൾ വെച്ചാൽ മതി. ഒരു 2 ആഴ്ച കൊണ്ട് അതിനകത്ത് എംബ്രയോ ഫോം ചെയ്ത് വരുന്നത് നമുക്ക് കാണാം. 2 ആഴ്ചയോടെ എടുക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു നെറ്റ് കെട്ടി ആ നെറ്റിൻ്റെ മുകളിൽ ഈ ഒരു പുറ്റെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ വെള്ളത്തിലേക്ക് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്നത് മുഴുവൻ ആ കണ്ടെയ്നറിൻ്റെ വെള്ളത്തിലേക്ക് വീണോളും. ഇപ്രാവശ്യം നമ്മൾ അതൊന്നും റെക്കോർഡ് ചെയ്ത് കാണിച്ചിട്ടില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലായിരുന്നു ഇത് വിരിയും എന്നുള്ളത്, നനഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്ന കാരണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ഇൻഡോർ വെച്ച് ഹാച്ച് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പുള്ള വർഷങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ആപ്പിൾ സ്നെയിൽ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരം വീഡിയോസൊക്കെ കാണാവുന്നതാണ്. നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തിട്ട് അതിനകത്ത് പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അതിനകത്ത് ആപ്പിൾ സ്നെയിൽ എന്നുള്ള ആ ഒരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാം. അതിനകത്ത് നമ്മൾ ഈ ഒരു ഇൻഡോറൊക്കെ വെച്ച് ഹാച്ച് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ചെയ്തത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു മെത്തേഡാണ്. സംഭവം നമ്മൾ കണ്ടെയ്നറിൽ വെള്ളം നിറച്ച് തെർമോക്കോൾ ഫ്ലോട്ട് ചെയ്ത് ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഈ പുറ്റ് നമ്മൾ വെച്ചത്, ഈ മുട്ടകളുടെ പുറ്റ് നമ്മൾ വെച്ചത്. എന്നിട്ട് കുഞ്ഞുങ്ങൾ വിരിയാറായ സമയത്ത് നമ്മൾ നെറ്റൊന്നും കെട്ടി കൊടുത്തില്ല. കുഞ്ഞുങ്ങൾ ഇറങ്ങാറായെന്ന് എനിക്ക് മനസ്സിലായ സമയത്ത് ഞാൻ ആ പുറ്റ് എടുത്ത് ജസ്റ്റ് പ്രസ് ചെയ്ത് ഉടക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അത് ആ കുഞ്ഞുങ്ങളെ മുഴുവൻ ഡയറക്റ്റ് വെള്ളത്തിലേക്ക് ഇങ്ങനെ തട്ടിയിടുകയാണ് ചെയ്തത്. ആ മുട്ടകൾ ആ പുറ്റ് കയ്യിലെടുത്തിട്ട് ഞാൻ ജസ്റ്റ് പൊടിക്കുകയാണ് ചെയ്തത്. പൊടിച്ച് കഴിഞ്ഞപ്പോൾ അതിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങളെല്ലാം നേരെ വെള്ളത്തിലേക്ക് വീണു. അതായത് ആ കണ്ടെയ്നറിൽ മുട്ട വിരിയിക്കാനായിട്ട് നമ്മൾ വെച്ച ആ ഒരു കണ്ടെയ്നറിലെ വെള്ളത്തിലേക്ക് വീണു. എന്നിട്ട് മുട്ടയുടെ ഷെല്ലുകളെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞു. അപ്പോൾ നിറച്ച് കുഞ്ഞുങ്ങൾ താഴെ കിടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ കണ്ടെയ്നർ ഞാൻ കൊണ്ടുവന്ന് ഈ ഒരു ടബിലേക്ക് മൊത്തത്തിൽ ഒഴിക്കുകയാണ് ചെയ്തത്. ആ വെള്ളം അടക്കം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഒഴിച്ച സമയത്ത് ഇവരെല്ലാവരും അനങ്ങാതെയാണ് കിടന്നിരുന്നത്. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ഇതിൽ ജീവനോടെയുള്ള കുഞ്ഞുങ്ങളാണ് എന്നുള്ളത്. വൈകിട്ട് ഒരു 5 മണി സമയത്തെങ്ങാണ്ടാണ് ആ ഒരു കണ്ടെയ്നറിൽ നിന്ന് വെള്ളവും ഈ കുഞ്ഞുങ്ങളടക്കം ഈ ഒരു ടബിലേക്ക് ഒഴിക്കുന്നത്. നെക്സ്റ്റ് ഡേ രാവിലെ വന്നപ്പോൾ ഞാൻ ഈ കാഴ്ചയാണ് കാണുന്നത്. എല്ലാവർക്കും ജീവനുണ്ട്, കണ്ടില്ലേ, എല്ലാവരും ഓടിച്ചാടി നടക്കുന്നുണ്ട്. സെൻറ്ററിൽ കിടക്കുന്നത് ആ ഒരു ബ്രൗൺ കളറിൽ കാണുന്നത് ഞാൻ പെല്ലറ്റ് ഫുഡ് ഫീഡ് ചെയ്തതാണ്. പിന്നെ കുറച്ച് അഴുക്ക് പോലെ സൈഡിൽ കിടക്കുന്ന ആ ചെടികളുടെ വേസ്റ്റാണ്, ആ സാൽവീനിയ എന്ന് പറഞ്ഞ ഫ്ലോട്ടിങ് ചെടിയുടെ വേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് തന്നെ പിറ്റേ ദിവസം നോക്കിയപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ചെടികളുടെ എന്തൊക്കെയോ വേസ്റ്റുകളൊക്കെ അവർ കഴിക്കുന്നുണ്ട്.
പിന്നെ നമ്മൾ ഫീഡ് ചെയ്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇത് വിരിയുമെന്നുള്ള കാര്യം. അതുപോലെ ഈ ഷെല്ല് ഈ മുട്ടകളൊക്കെ ഞാൻ കൈകൊണ്ട് തന്നെ ഉടച്ചാണ് കുഞ്ഞുങ്ങളെ ഈ വെള്ളത്തിലേക്കല്ല നമ്മൾ കണ്ടെയ്നറിലെ വെള്ളത്തിലേക്ക് ഇട്ടത്. അതൊന്നും നമ്മളങ്ങനെ ചെയ്യാത്തതാണ് സാധാരണ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്തപ്പോൾ അതൊക്കെ വർക്കൗട്ടായി കറക്റ്റായി തന്നെ. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സംഭവം ഈ ഒരു ആപ്പിൾ സ്നെയിൽ അത്ര ഡിമാൻഡിങ് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല ഈ ഒരു അക്വേറിയം ഫീൽഡിൽ. എങ്കിലും ഇതിൻ്റെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ ഇതുപോലെ 19 കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് നടക്കുന്നതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്. പിന്നെ ഇൻഡോർ വെച്ച് ആ മുട്ടകൾ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ഹാച്ച് ചെയ്തെടുക്കുക, അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. കുറേ നാളായിട്ട് നമ്മൾ ആപ്പിൾ സ്നെയിലുകളുടെ കാര്യത്തിൽ അങ്ങനെ ശ്രദ്ധിക്കലൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ടബ്ബുകളിലൊക്കെ കിടന്നിരുന്ന കാലഘട്ടത്തിൽ. കാരണം അവരുടെ ഷെല്ലുകളൊക്കെ കംപ്ലൈൻറ്റ് ആവാൻ തുടങ്ങി ഒരുമിച്ച് നമ്മൾ ടബ്ബിലിട്ടിട്ട്. കാരണം വെള്ളമൊക്കെ പെട്ടെന്ന് മോശമായിട്ട്. ഇപ്പോൾ ആ ഒരു ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റിയതിന് ശേഷമാണ് അവർ മഴ പെയ്തപ്പോൾ മുട്ട കാര്യങ്ങളൊക്കെ ഇട്ടത്. അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വിരിയില്ലായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഇൻഡോർ കൊണ്ടുവന്ന് വെച്ചത് കൊണ്ടാണ് ഇത് വിരിഞ്ഞത്. ഇപ്പോൾ ഞാൻ ആ ടാങ്കിനകത്ത് ഒരു തെർമോക്കോളിൻ്റെ പീസൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ അവർ മുട്ടയിടണമെങ്കിൽ ഇട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്, കാരണം മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ ആ തെർമോക്കോളിൻ്റെ അടിയിൽ മുട്ടയിടുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്ന് തന്നെ വിരിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആ ടാങ്കിലേക്ക് തന്നെ വീണോളും. അല്ലാതെ മഴ നനയാണെന്നുണ്ടെങ്കിൽ വിരിയാനുള്ള സാധ്യത കുറവാണ് ടാങ്കിൽ. ഈ മുട്ടകൾ വിരിയുന്ന വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ആ ക്ലച്ച് എടുത്തുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എന്തായാലും അത് സക്സസ്ഫുൾ ആയി. നമ്മളിത് ഇവരെല്ലാവരും ആക്റ്റീവായിട്ട് നടക്കുന്നത് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. തൽക്കാലം നമ്മൾ ഈ കാണുന്ന ബേസിനിലാണ് അവർ ഇട്ട് വെച്ചിട്ടുള്ളത്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.